ഹലോ ഓൾ, നമ്മൾ ഇന്ന് AWSൽ ഒരു ക്ലൗഡ് വാച്ച് അലാം സെറ്റ് ചെയ്യുന്നതാണ് പരിചയപ്പെടാനായി പോകുന്നത്. ആദ്യം തന്നെ AWS മാനേജ്മെൻറ്റ് കൺസോളിലേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം EC2യിലേക്ക് സൈൻ ഇൻ ചെയ്യുക. EC2യിൽ ആണ് അലാം ട്രിഗർ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായി പോകുന്നത്. സോ ഞാനിവിടെ ഒരു സെർവർ 1 വിത്ത് ഉബുണ്ടു OS ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. SSH ആൻഡ് HTTP ട്രാഫിക് അലോ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സ്ട്രസ് ആഡ് ചെയ്തിട്ടുണ്ട്. SSH സെക്യൂർ ഷെൽ ഇൻ്റർഫേസ് വഴി ഞാൻ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലേക്ക് കയറി അവിടെ ഈ കാണുന്ന കമാൻഡ്സ് എൻ്റർ ചെയ്ത് സ്ട്രസ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഇനിയും ക്ലൗഡ് വാച്ച് അലാം സെറ്റ് ചെയ്യാവുന്നതാണ്. സോ അതിനു മുൻപായി SNS അതായത് സിമ്പിൾ നോട്ടിഫിക്കേഷൻ സർവീസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ ഇമെയിൽ ID. സോ സബ്സ്ക്രിപ്ഷൻസിലേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. പ്രോട്ടോകോൾ ഇമെയിൽ കൊടുക്കുക ആൻഡ് ഇമെയിൽ ID നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. ഈ ഇമെയിൽ IDയിലേക്കായിരിക്കും അലാം ട്രിഗർ ചെയ്യുന്നത്. ക്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. സോ സബ്സ്ക്രിപ്ഷൻ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. സോ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ലോഗിൻ ചെയ്തതിനു ശേഷം കൺഫേം സബ്സ്ക്രിപ്ഷൻ എന്ന AWS നോട്ടിഫിക്കേഷൻ വരും. അതിൽ കൺഫേം സബ്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഞാനിവിടെ കൺഫേം കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് പേജ് റീലോഡ് ചെയ്ത് നോക്കാം. പേജ് റീലോഡ് ആയിട്ടുണ്ട് ആൻഡ് സ്റ്റാറ്റസ് കൺഫേംഡ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻസിലേക്ക് വന്നതിന് ശേഷം ഇൻസ്റ്റൻസ് ID നമുക്കൊന്ന് കോപ്പി ചെയ്ത് വെക്കാം. സോ ഇൻസ്റ്റൻസ് ID കോപ്പി ചെയ്തു. നമുക്കിനി ക്ലൗഡ് വാച്ചിലേക്ക് എൻ്റർ ചെയ്യാം. ക്ലൗഡ് വാച്ചിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം ഒരു അലാം സെറ്റ് ചെയ്യാം. ക്രിയേറ്റ് അലാം കൊടുക്കുക. സെലക്ട് മെട്രിക്, EC2 കൊടുക്കുക ആൻഡ് പ്രീ ഇൻസ്റ്റൻസ് മെട്രിക്സ് സെലക്ട് ചെയ്യുക ആൻഡ് ഇവിടെ നമ്മളുടെ ID എൻ്റർ ചെയ്യുക. സോ CPU യൂട്ടിലൈസേഷൻ എന്നുള്ളത് ടിക്ക് ചെയ്യുക. സെർവർ 1 CPU യൂട്ടിലൈസേഷൻ ആൻഡ് മെട്രിക് സെലക്ട് ചെയ്യുക. സോ നമ്മളുടെ കണ്ടീഷൻ ഇവിടെ കൊടുക്കുക. സോ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അതായത് CPU യൂട്ടിലൈസേഷൻ വെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്നുള്ളത് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. സെൻഡ് എ നോട്ടിഫിക്കേഷൻ ടു എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ഒരു CPU യൂട്ടിലൈസേഷൻ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ഇമെയിൽ എൻ പോയിന്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ന്യൂ ടോപ്പിക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും പേജ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. SNS നേരത്തെ കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ടതാണ്. ടോപ്പിക് ഹാസ് നോ. ഓക്കെ, നമുക്ക് CPU യൂട്ടിലൈസേഷൻ എന്നുള്ളതൊന്ന് കൊടുക്കാം ആൻഡ് ഇവിടെ ക്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ ഒന്നുകൂടി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. പ്രോട്ടോകോൾ ഇമെയിൽ ID കൊടുക്കാം ആൻഡ് എൻ പോയിന്റ് കൊടുക്കേണ്ടതാണ്. ക്രിയേറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. സോ സബ്സ്ക്രിപ്ഷൻ ആഡ് ആയിട്ടുണ്ട്. നമുക്കത് മെയിൽ അക്കൗണ്ടിൽ എനേബിൾ ചെയ്യണം. സോ എനേബിൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ക്ലൗഡ് വാച്ചിലേക്ക് തിരികെ വരിക ആൻഡ് പേജ് റീലോഡ് ചെയ്ത് നമുക്കൊന്നുകൂടെ നോക്കാം.
ഓക്കെ, നമ്മളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എത്തിയിട്ടുണ്ട്, എൻ പോയിൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക ആൻഡ് അലാം നെയിം കൊടുക്കുക. ഒരു അലാം നെയിം എൻ്റർ ചെയ്യുക. CPU അലാം എന്ന് ഞാനിവിടെ കൊടുക്കുന്നു ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അലാം കൊടുക്കുക. സോ ഇവിടെ അലാം ക്രിയേറ്റ് ആയിട്ടുണ്ട് ആൻഡ് പേജ് റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ് ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇൻ അലാംസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ അതിനു മുൻപായി നമുക്ക് നമ്മളുടെ ഇൻസ്റ്റൻസിൽ സ്ട്രെസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സോ EC2ലേക്ക് ലോഗിൻ ചെയ്യുക. വെർച്വൽ സെർവറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സെർവറിലേക്ക് എൻ്റർ ചെയ്യുക ആൻഡ് മോണിറ്ററിംഗ് ഒന്ന് നോക്കാം. സോ നമ്മളുടെ CPU യൂട്ടിലൈസേഷൻ ഇൻക്രീസ് ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി 47% അടുത്തായി. ഓക്കെ, ഇപ്പോൾ 50% മുകളിൽ വന്നിട്ടുണ്ട്. നമുക്ക് അലാം ഒന്ന് സെറ്റാണോ എന്ന് നോക്കാം. CloudWatch alarm. ഓക്കെ, CPU യൂട്ടിലൈസേഷൻ ഇത്രയും എൻ്റർ ആയിട്ടുണ്ട്. സോ അലാംസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളുടെ സ്റ്റേറ്റ് ഇൻ അലാം ആയിട്ടുണ്ട്. അതായത് നമ്മളുടെ ക്ലൗഡ് വാച്ച് അലാം ട്രിഗർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ആ അലാം വന്നിട്ടുണ്ടാവണം. സോ എനിക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് അലാം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ താങ്ക് യു.